നമസ്കാരം. നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെഡിക്കൽ ഷോപ്പ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടാം. മെഡിക്കൽ ഷോപ്പ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡെസ്ക്ടോപ്പിൽ കാണാൻ സാധിക്കും. ഇത് ഒരു ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഞാൻ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അങ്ങനെയുള്ള മറ്റു ഫെസിലിറ്റീസ് ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇൻവെൻട്രി മാനേജ്മെൻറ്റും ബില്ലിങ്ങും കാര്യങ്ങളും സ്റ്റോക്ക് മാനേജ്മെൻറ്റും എല്ലാം ഉണ്ട്. പക്ഷെ അതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് ഇതിനകത്തൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു ഫീച്ചറല്ല, ഒരു ഡേറ്റാബേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 2.2 lakhs മെഡിസിൻ്റെ ഡേറ്റാബേസ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഡേറ്റാസ് നമുക്ക് ഫ്രണ്ട് എൻഡിലേക്ക് എടുത്ത് നമുക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്യാം. ആ പ്രൊഡക്റ്റിൽ നമുക്ക് സെയിൽ ചെയ്ത് ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റും. അതെന്തിനാണ് അങ്ങനെ ഒരു ഡേറ്റാബേസ് വെച്ചിരിക്കുന്നത്? ആ ഡേറ്റാബേസ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. നമ്മളിവിടെ പ്രൊഡക്ട്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്ട്സ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു ചെറിയൊരു വിൻഡോ കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ കാണാൻ സാധിക്കും. ഇതൊരു ചെറിയൊരു വിൻഡോ ആണ്, പക്ഷേ ഇതൊരു വലിയൊരു ഡേറ്റാബേസിലേക്കുള്ളൊരു ഈ എൻട്രിയാണിത്. ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു മെഡിസിൻ്റെ പേരടിക്കുക, AVIL എക്സാമ്പിൾ എൻ്റർ അടിക്കുക. ഓട്ടോമാറ്റിക്കലി ഇവിടെ സെർച്ച് ചെയ്യും താഴത്ത്. ഇപ്പോൾ ഈ അവിൽ എന്നുള്ള സംഭവം, അവിലിൻ്റെ ഇഞ്ചക്ഷൻസ് ഉണ്ട്, അവിലിൻ്റെ ടാബ്ലറ്റ്സുകളുണ്ട്, അതെല്ലാ സംഗതികളും ഇവിടെ വരും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. നമുക്ക് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു അവിൽ ടച്ച് ചെയ്യുക. അവിൽ ഇഞ്ചക്ഷൻ ആണോ, അവിൽ ടാബ്ലറ്റ് ആണോ, 25 നോർമലായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് അവിൽ 25 ടാബ്ലറ്റ്. അത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടോ ഒരു സ്ട്രിപ്പിൽ എത്ര ടാബ്ലറ്റ് ഉണ്ടെന്ന് പോലെയുള്ള വിവരങ്ങൾ നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഈ രണ്ടാമത് കാണുന്നത് കണ്ടോ. അത് കൂടാണ്ട് അതാരാണ് അതിൻ്റെ മാനുഫാക്ചറർ, അതിൻ്റെ സാൾട്ട് എന്താണ് നല്ല, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അതിന് നോർമൽ MRP എത്രയാണ്. അത് കഴിഞ്ഞിട്ട് വളരെയധികം എനിക്കിഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് പേഴ്സണലായിട്ട്, ആൾട്ടർനേറ്റീവ് മെഡിസിൻസിൻ്റെ ലിസ്റ്റ് നമുക്ക് ഈ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് എന്ത് ആവശ്യത്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഡേറ്റാസ് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അങ്ങനെ ഒരു നീണ്ട ഒരു ലിസ്റ്റ് തന്നെ, ഒരു ഇൻഫർമേഷൻസ് തന്നെ നമുക്ക് ഈ ഡേറ്റാബേസിൽ നിന്ന് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ ഡേറ്റാബേസ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആ ഡേറ്റാബേസ് ജസ്റ്റ് ഒന്ന് കണ്ടു കളയാം. ഇതാണ് ആ ഡേറ്റാബേസ്. ഇതിൻ്റെ ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്ന ആ ഡേറ്റാബേസിൻ്റെ ഒരു എക്സൽ ഫോർമാറ്റാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഓപ്പൺ ചെയ്ത് വരാൻ തന്നെ കുറച്ച് സമയം എടുക്കുമായിരിക്കും എക്സൽ ഷീറ്റ്, കാരണം അത് നിയർ അബൌട്ട് 25 MB ഉണ്ട്. നമുക്കിത് കാണാൻ സാധിക്കും, കണ്ടില്ലേ? ഈ പ്രൊഡക്റ്റിൻ്റെയൊക്കെ പേര്, അതുപോലെ തന്നെ A to Z ഇൻഫർമേഷൻസ് ഇവിടെ ഉണ്ട്. ഇത് തന്നെയാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്നത്. ഞാനിതൊന്ന് സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളം മെഡിസിൻസ് ഇതിനകത്തുണ്ട് എന്നുള്ളത്. 2.27 2,27,589 മെഡിസിൻസിൻ്റെ ഡേറ്റാബേസ് ഓൾറെഡി ഇതിൻ്റെ ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കെൻഡ് ഇപ്പം നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നു. ഇത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ HSN കോഡ് ഇടാം, നമ്മൾ അതിൻ്റെ GST സെലക്ട് ചെയ്യുക, നമുക്ക് പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് എത്ര, ഫോർ എക്സാമ്പിൾ 10 രൂപയ്ക്ക് വിറ്റത്. ഒരു സ്ട്രിപ്പിൽ നമുക്ക് ഇവിടെ തന്നെ ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് പ്രൈസ് 8 രൂപയാക്കാം. ഒരു സ്ട്രിപ്പിൽ നമുക്കുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും 15 ടാബ്ലറ്റ്സ് ഇൻ 1 സ്ട്രിപ്പാണ്. നമുക്കൊരു 50 സ്ട്രിപ്പ് വന്നു. പെർ സ്ട്രിപ്പിൽ 15 പീസുണ്ട്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്ര ടാബ്ലറ്റ്സ്, നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് ആണെന്ന് ഇവിടെ വരും. നമുക്ക് അതിൻ്റെ MRP നമുക്ക് ഫിക്സ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മാറ്റി ഫിറ്റ് ചെയ്തു, അതായത് 10 രൂപ എന്നിട്ടു, റൗണ്ട് ഓഫ് ചെയ്ത് 10 രൂപ എന്നിട്ടു. സെയിൽ റേറ്റ് 9 രൂപയാക്കാം. നമുക്ക് ബാച്ച് നമ്പർ ഇടണം, AABC. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ടൊരു ബാച്ച് നമ്പർ ഇട്ടുന്നേ ഉള്ളൂ, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം. അതിനുശേഷം നമുക്ക് എക്സ്പയറി ഡേറ്റ് ഇടാൻ സാധിക്കും, ആഡ് ചെയ്യാം. ഇതുപോലെ അവിലിൻ്റെ വേറെ ബാച്ച് നമ്പർ ഉണ്ടെങ്കിൽ സെയിം ഇവിടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്തിട്ട് ഇവിടെ ബോക്സസ് ആണോ എന്തെന്നുള്ളതൊക്കെ നമുക്കത് ഇവിടെ സെലക്ട് ചെയ്യാം. പീസസിലാണോ ബോക്സസിലാണോ കേട്ടോ, ആ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് നേരെ പോയി സേവ് ചെയ്യാം. കണ്ടില്ലേ, സക്സസ്ഫുള്ളി സേവ്ഡ്. ഇത് നമുക്കിപ്പോൾ 1 by 1 പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇത് കൂടാതെ നമുക്ക് എക്സൽ ഷീറ്റും കൂടി ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാം. അത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാമ്പേഴ്സ് അതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ എക്സൽ ഷീറ്റിൽ ചെല്ലാം, പ്രൊഡക്ട്സിൽ എടുക്കാം. ഇവിടെ നമുക്ക് ഈ ഇമ്പോർട്ട് എക്സൽ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ടെംപ്ലേറ്റ് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും.
ആ ടെംപ്ലേറ്റ് നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് താഴത്തേക്കിങ്ങനെ കാണാൻ സാധിക്കും, കണ്ടില്ലേ? ഇത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ആയിരക്കണക്കിന് പ്രോഡക്ട്സുകൾ ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്യാം. അതിന് നമുക്ക് റെയിൻടെക് കസ്റ്റമർ കെയർ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ട്. ഇനി അത് കൂടാണ്ട് നമുക്ക് ഇപ്പോൾ സപ്പോസ് ചില പ്രോഡക്റ്റുകൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബാർകോഡ് ലേബിൾസുകൾ പ്രിൻറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബാർകോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവാം. ബാർകോഡ് പ്രിൻ്റ്. അപ്പോൾ ഈ ബാർകോഡ് ഇപ്പോൾ 2 പ്രോഡക്റ്റ് ഇപ്പോൾ നിലവിലിട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇട്ട പ്രോഡക്റ്റാണ് ഈ കാണുന്ന പ്രോഡക്റ്റ്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു പോർഷൻ ഉണ്ട്, ഇവിടെ നമ്പർ ഓഫ് ബാർകോഡ്സ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 2 ബാർകോഡാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, 2 ലേബിൾസ്. എക്സാമ്പിൾ ഞാനൊരു ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യത്തിന് മാറ്റിയിടാം. ഇവിടെ കസ്റ്റം ബാർകോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കസ്റ്റം ബാർകോഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് സൂം ചെയ്ത് കാണാൻ സാധിക്കും. ഇത് നമുക്ക് നമ്മുടെ സ്റ്റൈലിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതായത് നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഡുവൽ ബാർകോഡ് സിസ്റ്റം ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ആവശ്യമുള്ള സ്റ്റൈലുകൾ ഏതാണ്, നിങ്ങളൊരു ജസ്റ്റ് ഒരു പേപ്പർ എടുത്തൊരു വരച്ച് തരുമെങ്കിൽ ആ ഒരു സ്റ്റൈലിലേക്ക് റെയിൻടെക്കിൻ്റെ കസ്റ്റമർ കെയർ ഇത് ഈ സെയിം ബാർകോഡ് നിർമ്മിച്ച് തരും. ഇനി സെയിൽ ചെയ്യുമ്പോൾ തന്നെയാണെങ്കിലും നമുക്ക് ഇപ്പോൾ സെയിൽ പാനൽ ഒന്ന് എടുക്കുന്നുണ്ട്. സെയിൽ പാനൽ വന്നു. സെയിൽ പാനൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ബാർകോഡ് സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഈ സെയിൽ പാനലിൻ്റെ മെയിൻ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പുകളിൽ അധികം മൗസ് ഉപയോഗിക്കത്തില്ല. എല്ലാം എൻ്റർ അടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനാണ് അതിനകത്തെല്ലാം. അത് സാധാരണ മെഡിക്കൽ ഷോപ്പിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. നമുക്കിവിടെ തന്നെ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആ എയിലുള്ള കാറ്റഗറീസ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് കാണിക്കും. അതുകൂടാതെ നമുക്കിവിടെ ബാർകോഡ് സ്കാൻ ചെയ്താൽ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വരും. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഈ സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇപ്പം അത് രണ്ടുമല്ല, നമുക്കിപ്പോൾ ഫേവറേറ്റ്സ് നിന്ന് സെലക്ട് ചെയ്തെടുക്കണം പ്രൊഡക്ട്സുകൾ. നമുക്കിവിടെ ഫേവറേറ്റ്സ് കാണാൻ സാധിക്കും, കണ്ടില്ലേ? ഇപ്പം ചില ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ചില മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് പോകുന്ന കുറേ അധികം മെഡിസിൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഫേവറേറ്റ്സിൽ ആഡ് ചെയ്യാം. അതെങ്ങനെയാണ് ഫേവറേറ്റ്? ഇപ്പം നമുക്ക് ഫേവറേറ്റിൽ കുത്തി കഴിഞ്ഞാൽ ഒന്നുമില്ല, അതിനകത്തൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആഡ് ചെയ്ത പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഇവിടെ ഈ പ്രൊഡക്ട്സിൽ പോയിട്ട് നമുക്കിവിടെ പ്രൊഡക്ട്സിൽ പോയിട്ട് നമ്മൾ ആ ഗെറ്റ് ഡേറ്റ എടുത്തിട്ട് നമ്മൾ ആ ഷോ ഓൾ പ്രൊഡക്ട്സ് നമ്മളിപ്പോൾ അബിൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആഡ് ചെയ്തല്ലോ, അത് നമുക്ക് ഫേവറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തേക്കുക, ടിക്ക് മാർക്ക് ഇട്ടേക്കുക, അപ്ഡേറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇത് ഫേവറേറ്റ് ആയി. പിന്നെ നമ്മളിപ്പോൾ സെയിൽ പാനൽ രണ്ടാമത് എടുത്തു, ഈ ഫേവറേറ്റിൽ കുത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രോഡക്റ്റ് അവിടെ വരും, കണ്ടില്ലേ? ഇങ്ങനെ നമുക്കത് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്, ഇതിനകത്ത് നമുക്ക് ബില്ലിങ് നമുക്ക് A4 പ്രിൻ്ററുകളിൽ പ്രിൻ്റ് ചെയ്യാം, നമ്മുടെ ഇങ്ക് ടാങ്ക് പ്രിൻ്റർ അതുപോലത്തെ ഉള്ള ലേസർ പ്രിൻ്ററുകളിൽ പ്രിൻ്റ് ചെയ്യാം. പ്ലസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തെർമൽ പ്രിൻ്ററുകളിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. 3 ഇഞ്ച് 4 ഇഞ്ച് അങ്ങനെയുള്ള തെർമൽ പ്രിൻ്ററുകളിൽ നമുക്ക് ബില്ലുകൾ പ്രിൻ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. എല്ലാത്തിൻ്റെ ടെംപ്ലേറ്റും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പ്ലസ് നമുക്ക് ബില്ലിൻ്റെ സ്റ്റൈലൊക്കെ എന്തെങ്കിലും ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബില്ല് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ബാർകോഡുകളാണെങ്കിൽ ബാർകോഡും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് പ്രിൻ്റർ സെറ്റിങ്സിനകത്ത് പോയി നമുക്ക് ആവശ്യമുള്ള പ്രിൻ്ററുകൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിൻ്ററിൻ്റെ ഇൻഫർമേഷൻസ് ഇവിടെ വരും. അത് നമുക്ക് സെലക്ട് ചെയ്ത് കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് എത്ര ആയിരക്കണക്കിന് പ്രോഡക്റ്റുകൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് സ്റ്റോക്കുകളെല്ലാം കാണാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്വിക്ക് സ്റ്റോക്ക് ബട്ടൺസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, കണ്ടില്ലേ? നമ്മുടെ ക്വിക്കായിട്ടുള്ള സ്റ്റോക്ക് ബട്ടൺസ്, നമുക്ക് എത്ര പീസസ് എന്താണെന്നൊക്കെയുള്ള ഒരു വിവരങ്ങളും കൂടെ കിട്ടും. ഇനി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റോക്ക് റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മേളിൽ സ്റ്റോക്ക് റിപ്പോർട്ടുകളുണ്ട്. സ്റ്റോക്ക് റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഇവിടെ എക്സൽ എക്സ്പോർട്ടിൻ്റെ ഓപ്ഷൻ വരെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോക്ക് റിപ്പോർട്ട് ഒന്ന് എക്സ്പോർട്ട് ചെയ്തൊന്ന് വെരിഫൈ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ബാച്ച് നമ്പർ വെച്ചിട്ടാണ് ഇതിൻ്റെ സെയിൽസും മറ്റു കാര്യങ്ങളും. പിന്നെ എക്സ്പയർ ആകാൻ പോകുന്ന പ്രൊഡക്ട്സുകളുടെ ലിസ്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒന്നും എക്സ്പയർ ആകാനില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്കിവിടെ ഡേറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഡേറ്റുകളിൽ എക്സ്പയർ ആകുന്ന പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റ് എല്ലാം ഇവിടെ വരും. പിന്നെ നമ്മളിപ്പോൾ സെയിൽ ചെയ്ത് കഴിയുമ്പം ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാം. ഇട്ടു, ഓക്കെ അടിച്ചു. നമ്മളിപ്പോൾ സേവ് ആൻഡ് പ്രിൻ്റ് കൊടുത്തു. പ്രിൻ്റർ കണക്ട് ആണെങ്കിൽ ഡയറക്റ്റ് പ്രിൻ്റ് ആകും. ഇപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ നമുക്ക് എന്ത് രൂപ മാർജിൻ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിസിനസ് ചെയ്തിട്ട് എന്ത് മാർജിൻ കിട്ടി എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ എടുക്കാം. പിന്നെ ഇതിനകത്തുള്ള ഈ സോഫ്റ്റ്വെയറിനകത്തുള്ള മറ്റു പല ഫീച്ചേഴ്സുകളും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. സെയിൽ ചെയ്ത പ്രൊഡക്റ്റുകൾ സെയിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് ഏതെങ്കിലും കസ്റ്റമേഴ്സിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. കസ്റ്റമർക്ക് ക്രെഡിറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമറുടെ സപ്ലയറുടെ അക്കൗണ്ടുകൾ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പർച്ചേസ് എൻട്രി ചെയ്യുമ്പോൾ ഇപ്പോൾ എടുത്തു. ഈ പർച്ചേസ് എൻട്രി എടുക്കുമ്പോൾ നമുക്കിവിടെ ക്രെഡിറ്റിലായിരിക്കും നോർമലി ബൈ ഡിഫാൾട്ട് കിടക്കുന്നത്. ഇതുണ്ടല്ലേ,
ബൈ ഡിഫാൾട്ട് ക്രെഡിറ്റ് ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആ കസ്റ്റമർക്ക് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ 10-20 ലക്ഷം രൂപയുടെ പർച്ചേസുകൾ ചെയ്തിട്ട് നമുക്കിവിടെ കസ്റ്റമർക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത് നമുക്കിവിടെ സപ്ലയർ പെയ്ഡിൽ പോയി സപ്ലയറെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ സപ്ലയറുടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ലെഡ്ജർ കിട്ടും. മീൻസ് സപ്ലയർ ലെഡ്ജർ ആയിക്കോട്ടെ, കസ്റ്റമർ ലെഡ്ജറും ആയിക്കോട്ടെ, രണ്ടും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇതുവരെ നമുക്ക് റെക്കോർഡുകളൊന്നുമില്ല. വ്യൂ റിപ്പോർട്ട് എടുക്കുക കേട്ടോ. ഇങ്ങനെ പർച്ചേസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. നമ്മൾ എന്തെങ്കിലും അവർക്ക് പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടും. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണത്. പിന്നെ അങ്ങനെ ഒട്ടനവധി ഫീച്ചറുകളുള്ള ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് റെയിൻടെക് മെഡിക്കൽ ഷോപ്പ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇതിനകത്ത് നമുക്ക് മാസ്റ്റർ എൻട്രിയിൽ കമ്പനിയുടെ ഇൻഫർമേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇടാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകളാണ്. പിന്നെ അവിടെ തന്നെ നമുക്ക് ഇൻഫർമേഷൻ, അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഇടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം ബില്ലുകളിലും റിപ്പീറ്റഡ് ആയിട്ട് പ്രിൻ്റ് ആകാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. പ്ലസ് വെരി ഗുഡ് കസ്റ്റമർ കെയർ സപ്പോർട്ട്. റെയിൻടെക് സോഫ്റ്റ്വെയറിന് നല്ലൊരു കസ്റ്റമർ കെയർ സപ്പോർട്ടുണ്ട്. RAINTECH.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ടുള്ള ഓഫീസുകളും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. 10 മണി മുതൽ 5:30 വരെയാണ് വർക്കിംഗ് ടൈം. മൺഡേ ടു സാറ്റർഡേ നമ്മുടെ ഓഫീസ് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഹെൽപ്പുകൾക്കും എല്ലാ സപ്പോർട്ടുകൾക്കും വിളിക്കുക. ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസുകളെല്ലാം ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.